കെ.പി. നൗഷാദ് അലി ജയിലിലെ നല്ല സ്വഭാവത്തിന്, ജയിലിൽ നന്നായി പ്രവർത്തിച്ചതിനുള്ള അംഗീകാരമായിട്ടാണ് അവർക്ക് പുറത്തേക്കുള്ള പട്ടികയിൽ അവരുടെ പേര് വന്നത്. ഇതാണ് ശ്രീ BN ഹസ്കറിൻ്റെ വാദം. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സർക്കാരിന് ഇപ്പോൾ പിന്നാക്കം പോകേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത. സ്മൃതി, ഞാൻ BN ഹസ്കറിൻ്റെ ആ വാദമല്ല, എന്നെ വളരെയധികം ചിരിപ്പിച്ച ഒരു വാദം. അദ്ദേഹം പറയുന്നു, TP ചന്ദ്രശേഖരനെ കൊന്ന പ്രതികളോട് ഒരിക്കലും ഇടതുപക്ഷ സർക്കാർ നീതിയോ ന്യായമോ വിട്ട് പ്രവർത്തിക്കുകയില്ല, അവരോട് കരുണ കാണിക്കുകയില്ല. അതാണല്ലോ P. രാജീവിൻ്റെ പ്രസ്താവനയിലൂടെ ബോധ്യമായത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതേ സമയമാണ് ഈ TP ചന്ദ്രശേഖരൻ്റെ കൊലയാളികൾക്ക് നമ്മൾ പഴയ തെലുങ്ക് സിനിമകളിലും ഭോജ്പുരി ഹിന്ദി സിനിമകളിലൊക്കെ കണ്ടതിന് സമാനമായ, അല്ലെങ്കിൽ അതിലുപരിയായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ജയിലുകളിൽ അനുവദിച്ചു കൊടുത്തൊരു സർക്കാർ, 2000 ദിവസം എല്ലാ പ്രതികൾക്കുമായിട്ട് പരോള് കൊടുത്തൊരു സർക്കാർ, പരോളിൻ്റെ വിശദാംശങ്ങൾ ശ്രീമതി രമ MLA നിയമസഭയിൽ ചോദിച്ചിട്ട് നൽകാത്തൊരു സർക്കാർ, TP ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷിത്വത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുടുംബത്തെയും ഒക്കെ മരണശേഷവും നിരന്തരം ആക്ഷേപിച്ച ഒരു സർക്കാർ. ആ സർക്കാരിനെ കുറിച്ചൊക്കെ ഹസ്കർ ഇങ്ങനെ പറയുമ്പോൾ ചിരിയല്ലാതെ എന്താ വരിക എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. CPMൻ്റെ ഒരു അപജയം അതെത്രത്തോളം താഴെ തട്ടിൽ തൊട്ട് മുകൾ തട്ട് വരെ വ്യാപിച്ചു കിടക്കുന്നു എന്നോർത്ത് ഞാൻ ലജ്ജിക്കുകയാണ്. കാരണം കേരളത്തിലൊരു ജനാധിപത്യ പ്രക്രിയയിൽ ഏതൊരു പാർട്ടിക്കും സഹകരിച്ചു പോകേണ്ട ഒരു പ്രസ്ഥാനമാണ് CPM. ആ പാർട്ടി ഇത്തരത്തിൽ നിരന്തരം അബദ്ധങ്ങളും തെറ്റുകളും നടത്തി ഒരു ജീർണാവസ്ഥയിലേക്ക് പോകുന്നതിലുള്ള ഒരു ദുഃഖം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഇത്തരത്തിലൊരു പൊതുസമൂഹമൊക്കെ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന, പൊതുസമൂഹത്തിൻ്റെ സമ്പൂർണമായ വിരോധത്തിനും എതിർപ്പിനും പാത്രീഭൂതമായ ഒരു വിഷയത്തിൽ ഇത്രക്ക് പ്രതിലോമകരമായ നിലപാട് സ്വീകരിക്കാൻ ഇവർ ധൈര്യം കാണിക്കുമ്പോൾ, ഇവരൊക്കെ ഏത് വെള്ളരിക്ക പട്ടണത്തിൽ ഇരുന്നു കൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. സ്മൃതി ചോദിച്ചല്ലോ, സർക്കാർ പിന്നോക്കം പോയോ എന്ന്. പിന്നോക്കം അവർ പോയിട്ടില്ലെങ്കിൽ അവരെ പിന്നോട്ടടിപ്പിക്കാനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കാരണം TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകവും അതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങളൊക്കെ തലമുറ പുതിയത് വന്നാൽ പോലും ആളുകൾ മറക്കാത്ത വിധം ഇവിടെ കല്ലിൽ കൊത്തിവെച്ചതുപോലെ ജനാധിപത്യ വിശ്വാസികളുടെ ഹൃദയത്തിൽ കൊത്തിവെച്ച ഒരു ദാരുണ സംഭവമാണ്. അവർ ജാഗ്രതയോടെ കണ്ണിലെണ്ണയൊഴിച്ച് ആ വിഷയത്തിലുള്ള എല്ലാ മാൽ പ്രാക്ടീസുകളെയും തടുക്കാനും എതിർക്കാനും ഇവിടെ ജാഗ്രതായിട്ട് ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് പിന്നോക്കം വെറുതെ പോയതൊന്നുമല്ല, ഇത് പിന്നോട്ടടിപ്പിച്ചതാണ് കേരളത്തിലെ പൊതുസമൂഹം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ഛേദോവികാരങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇവിടെ ഈ പ്രതികളുടെയൊക്കെ, അതിൽ പറഞ്ഞ ഷാഫി എന്ന പ്രതിയുടെയൊക്കെ വിവാഹ ആഘോഷത്തിനൊക്കെ ആഡംബരപൂർവ്വം ആഡംബര വാഹനങ്ങളിൽ ഗോഷ്ഠി കാണിച്ച ആളുകളൊക്കെ സ്പീക്കർ പദവിയിൽ ഉൾപ്പെടെ കേരള ഭരണത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട്. ഈ പ്രതികളുടെ കുടുംബവും CPM പാർട്ടിയായിട്ടുള്ള ബന്ധം നമുക്കറിയാം, ചിലവരും കൊടുക്കുന്ന കാര്യം അറിയാം. ഇവിടെ ജയിലിനകത്തൊക്കെ ലഭ്യമാകുന്ന വസ്തുക്കളുടെ അവരിടപെടുന്ന അട്ടിമറി, കൊട്ടേഷൻ, അക്രമ, സംഘടിത പ്രവർത്തനങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ഇത് ഞാൻ ഈ തെലുങ്ക് സിനിമയിലെ കണ്ടപ്പോൾ എൻ്റെ ഒന്നും യുക്തിക്ക് ഇതൊന്നും ദഹിച്ചിരുന്നില്ല. സ്മൃതി, ഇതൊക്കെ യഥാർത്ഥത്തിൽ നടക്കുക? ഇങ്ങനെയൊക്കെ പച്ചക്ക് നിയമലംഘനം നടക്കുന്ന ഇടങ്ങളാണോ ഇതൊക്കെ? ആന്ധ്ര അല്ലെങ്കിൽ ഈ ഭോജ്പുരി ഭാഷ സിനിമയൊക്കെ പ്രചരിക്കുന്ന ഇടങ്ങളെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. എന്നാൽ ഈ പ്രബുദ്ധമായ, മധുര മനോഹര മനോജ്ഞസമായ കേരളത്തിൽ ഇത് നടത്താൻ നിർബാധം ധൈര്യപ്പെട്ടു പോകുന്ന CPM-ഉം ആ CPM-നെ സഹിച്ച് ഈ കേരളത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന പൊതുജനമൊക്കെ എത്രമാത്രം അപമാനിതരും ലജ്ജ കൊണ്ട് തലതാഴ്ത്തേണ്ടി വരുന്നവരുമാകുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ചിന്തിച്ചു പോവുകയാണ്. ഏതായാലും TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നടപടികളും പ്രതികരണങ്ങളും ഇടപെടലുകളുമാണ് CPM തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ ഗതി അതിദയനീയമായിരിക്കും. അല്ലെങ്കിൽ ദുർബല, പിന്നെ ഗർഭിണിയും എന്നൊരവസ്ഥയിലേക്ക് അവരെ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായിട്ട് എത്തിച്ചേരും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ശ്രീ KK രമ പറഞ്ഞ ഒരു വാചകം അതും വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ തന്നില്ലെങ്കിൽ, ഞങ്ങൾ
ഞങ്ങളെ രാജകീയമായി പരിചരിച്ചില്ലെങ്കിൽ, നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ കുടുങ്ങും കേട്ടോ എന്ന മട്ടിലുള്ള ഭീഷണിയൊക്കെ ഇവർ മുഴക്കുമ്പോൾ ഇനി എന്തൊക്കെ ക്രിമിനൽ പ്രവൃത്തികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുക എന്നെനിക്കറിയില്ല. ഈ പ്രതികളെ ആരെങ്കിലുമൊക്കെ ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണികളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള കേട്ടാൽ അറക്കുന്ന നമ്മുടെ സ്വാഭാവിക മാനസികാവസ്ഥക്ക് നിരക്കാത്ത തരത്തിലുള്ള നടപടികളൊക്കെ ചെയ്യാൻ സർക്കാർ നിർബന്ധിതമാകും. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇനിയെങ്കിലും അവർ ഈ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് ഇനി തെറ്റ് ചെയ്യാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുമെന്ന് അവർ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്താനും അത്തരത്തിലുള്ള പ്രവർത്തന രീതി സ്വീകരിക്കാനും തയ്യാറാകണം. ഞാനൊരു കാര്യം പറയാം, ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലുള്ള അക്രമ സംഭവങ്ങളിലൊക്കെ ഭാഗമാക്കായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു കവലയിൽ ഒരു കശപിശ നടക്കുമ്പോൾ ഉന്തും തള്ളിലൊക്കെ കലാശിക്കും. അതിൽ മനുഷ്യന്മാർക്കൊക്കെ പങ്കാളിത്തം ഉണ്ടാവും, പാർട്ടിയൊന്നുമില്ല. പക്ഷേ ആളുകളെ വധിക്കാൻ, കൊല്ലാൻ, ശാരീരികമായി ഇല്ലായ്മ ചെയ്യാൻ സംഘങ്ങൾ രൂപീകരിച്ച് ആ സംഘങ്ങൾ അഴിച്ചുവിട്ട് അവർ ഊഴമിട്ട് കാത്തിരുന്ന് അങ്ങനെ ദിവസങ്ങളോളം കാത്തിരുന്ന് കിട്ടുന്ന അർദ്ധാവസരങ്ങളെപ്പോലും മുതലാക്കി മേൽ ചാടി വീണ് കൊന്നു തള്ളി ഈ പ്രതികളെ മാറ്റി ഒളിവിലേക്ക് മാറ്റി ഡമ്മി പ്രതികളെ കൊടുത്ത് ഇത്തരത്തിലൊരു കലാപരിപാടി ഈ സംസ്ഥാനത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന രണ്ട് പാർട്ടികൾ, ഒന്ന് CPM-ഉം ഒന്ന് BJP-യുമാണ്. മറ്റു പാർട്ടികൾക്കൊന്നും അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളിൽ പങ്കില്ല. ഏതായാലും RSSകാരൊക്കെ തിരുവനന്തപുരത്ത് വട്ടമേശ ചർച്ച പിണറായി കോടിയേരിയൊക്കെ ആയിട്ട് നടത്തിയിട്ട് അക്രമത്തിൻ്റെ കൊലപാതകത്തിൻ്റെ ഒരു ചരിതമൊക്കെ താൽക്കാലികമായിട്ട് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മഴ തോർന്നാലും മരം പെയ്യുമെന്ന് പറഞ്ഞതുപോലെ അവരുടെ ഈ പ്രവണതകൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള വിവിധ സംഭവങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ബോംബുകൾ പൊട്ടുന്നു, ആളുകൾ മരിക്കുന്നു, ബോംബ് നിർമ്മാണത്തിൻ്റെ ആളുകൾ മരണപ്പെടുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിനിടയിൽ, തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ സീരിയൽ പോലെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക്, നമ്മുടെ ഒരു ജനാധിപത്യ ഉത്ബുദ്ധതയ്ക്ക് മേലുള്ള വലിയ കളങ്കമാണ്. CPM-ആണ് ഇന്ന് ആ കളങ്കത്തിന് ഉത്തരവാദികൾ. അവരടിയന്തരമായിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഈ കേരളത്തിൻ്റെ ജനാധിപത്യ രംഗം ശുദ്ധീകരിക്കാനുള്ള ഒരു നടപടികൾക്ക് തുടക്കമിടണം. അവർ മാതൃകാപരമായ ചുവടുകൾ ഈ വിഷയത്തിൽ വെക്കണം. ജനാധിപത്യത്തോട് അവർ കൂറുപുലർത്തണം. പൊതുസമൂഹത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് മേൽ കരിനിഴൽ പരത്തുന്ന നടപടികളിൽ നിന്ന് അവർ പിന്മാറണം. നിയമവ്യവസ്ഥയെ അവർ മാനിക്കണം. ഉള്ളിൽ ഒന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ചെയ്ത് പുറത്ത് മറ്റൊന്ന് പറയുന്ന ഈ കാപട്യം CPM അവസാനിപ്പിക്കണം. കേരളത്തിലെ ജനങ്ങൾ അത്രയ്ക്ക് മഠയന്മാരല്ല എന്ന് അവർ മനസ്സിലാക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്മൃതി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.